ചേരും. ഇതിന് ഇന്നലെയാണ് തുടക്കത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ വിഷയം സജീവ ചർച്ചയായത്. നമ്മളാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് ഇതിന്റെ ചുവട് പിടിച്ച് മുസ്ലിം സംഘടനകൾ ഒന്നാകെ, സമസ്ത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നേരത്തെ പറഞ്ഞ പോലെ ഹരിത നേതാക്കൾ ലീഗിലെ അവർ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പറിയിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അവധാനതയോടെ, കാര്യക്ഷമതയോടെ, കൂടിയാലോചന ഇല്ലാതെ നടപ്പിലാക്കിയ ഒരു കാര്യമെന്നാണ് പൊതുവെയുള്ള പരാതി. ഒപ്പം എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി, ഇപ്പോൾ കുട്ടികൾ മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങൾക്ക് വിരുദ്ധമായി ഉള്ള ഒരു കലാരൂപമാണ് തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ടും സർക്കാർ ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല, വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച്, എന്നാണോ? രജിത, അങ്ങനെ തന്നെയാണ്. സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരടി പോലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുതിർന്നവർക്ക് വരെ ആരോഗ്യകരമായി ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു സൂംബ ഡാൻസ് വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അതിനെതിരെ ഇങ്ങനെ എതിർപ്പ് വരുന്നത് ശരിയായ ഒരു നടപടിയല്ല. ചില കോണുകളിൽ നിന്ന് വ്യാപകമായ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമാണ് എന്നാണ് വി ശിവൻകുട്ടി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് സമൂഹത്തിലൊരു വലിയ വിഭാഗീയതയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഡ്രസ് കോഡ് പാലിച്ചാണ് ഈ വിനോദ കായികങ്ങൾ നടത്തുന്നത്. അത് ഒരു തരത്തിലും അല്പവസ്ത്രം ധരിക്കണമെന്ന് ഒരു കുട്ടിയോട് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും കുട്ടികൾക്ക് ഇതിനോട് താല്പര്യമില്ല എങ്കിൽ അത് സ്കൂൾ അധികൃതരെ അറിയിക്കാം. അതിനനുസരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. ഒരു സ്കൂളുകൾക്കും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ തീരുമാനത്തിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി മന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിലാണ് ഈ ഒരു തീരുമാനം വരികയും ചെയ്തത്. പിന്നാലെയാണ് വിസ്റ്റം മുസ്ലിം ഓർഗനൈസേഷൻ അടക്കം എതിർപ്പുമായി രംഗത്ത് വരുന്നത്. പിന്നാലെ സമസ്ത അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരുന്നു. മുസ്ലിം ലീഗിന്റെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ആയിട്ടുള്ള മുസ്ലിം MSF അടക്കം രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം. എന്തായാലും നിലവിൽ മുസ്ലിം സംഘടനകൾ ഈ ഒരു എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവർ പ്രധാനമായും പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്നവർ ഉൾപ്പെടെ ഒരുപോലെ ഡാൻസ് കളിക്കണം, അത്തരത്തിലുള്ള ഒരു നടപടി ശരിയല്ല, അല്പവസ്ത്രം ധരിക്കണമെന്നുള്ള നിർദ്ദേശം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തത്. അങ്ങനെ നിർദ്ദേശം, ഇതിന് ഈ അല്പവസ്ത്രം ധരിക്കണമെന്നൊരു നിർദ്ദേശം സർക്കാർ, നമുക്കറിയാം സുംബയുടെ പല ഭേദങ്ങളുണ്ട്, വകഭേദങ്ങളുണ്ട്. അപ്പോൾ വിദേശത്തു നിന്നൊക്കെയുള്ള ഈ യൂട്യൂബിലൊക്കെ വരുന്ന ദൃശ്യങ്ങൾ പലതും അവരുടെ ഒരു രീതി അനുസരിച്ചുള്ള വസ്ത്രധാരണമായിരിക്കാം. വസ്ത്രം ഏത് തരത്തിൽ ധരിക്കണമെന്ന് എന്താണ് തീരുമാനിക്കേണ്ടത് അവരവരാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഇന്നലെ ഇട നേതാക്കൾ വ്യക്തമായിരുന്നു. സർക്കാരും പറഞ്ഞത് ഇത് അല്പവസ്ത്രം ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല, നമ്മുടെ രീതിക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ച്, ഇത് കായികമായ ഒരു വിനോദമാണ്, കുട്ടികൾക്ക് കുറച്ചുകൂടി മനസ്സിന് കരുത്ത് നൽകുന്ന പലവിധ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് മന്ത്രി പറയുമ്പോൾ ഈ അല്പവസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇനി എന്ത് പ്രസക്തിയുണ്ട് എന്നുള്ള ചോദ്യമാണ് മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും രജിത്ത്, അതായത് ചില കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ സൂംബയുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ നടക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം. അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം അറിയിച്ചാൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ചാലായിരിക്കും ഒരുപക്ഷെ എളുപ്പത്തിൽ ഈ ഒരു വിനോദത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയും ചെയ്യൂ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അനായാസം ഇത് ഈ ഒരു വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നാണ്. അത് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം നേരത്തെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതായത് സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ സൂംബ ഡാൻസ് കളിക്കുന്നത്, മറ്റ് ഡ്രസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂംബ ഡാൻസ് കളിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു വ്യക്തമായ ഒരു ഡ്രസ് കോഡ് ഇതിന് സർക്കാർ നിർദ്ദേശം നൽകുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഈ സംഘടനകൾക്കുണ്ട് എങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ അല്പവസ്ത്രം ധരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതിൽ സർക്കാർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അത് അങ്ങനെ ഒരു കാര്യം സർക്കാർ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ തീരുമാനത്തിൽ എടുത്തു പറയുന്നില്ല. ആ രീതിയിലുള്ള ഒരു പരാമർശവും സർക്കാർ തലത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിച്ചുകൊണ്ട് ഈ ഒരു വ്യായാമത്തിൽ ഏർപ്പെടാമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ അതിനോടുള്ള ഒരു പ്രതികരണം സമസ്തയുടെ ആയിട്ടെ അല്ലെങ്കിൽ വിസ്റ്റം ഓർഗനൈസേഷൻ്റെ ആവട്ടെ, ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇനി വരുമെന്നാണ്, മണിക്കൂറുകളിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
കാണിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതികരണം, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുസ്ലിം ലീഗ് ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും? സർക്കാരിന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുമോ, അതോ സംസ്ഥയടക്കമുള്ളവർ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടിനൊപ്പം ചേരുമോ എന്നുള്ളതാണ് കണ്ടറിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ സ്കൂളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട ഈ വിഭാഗങ്ങൾ അന്നും ഇതേ സമാനമായ രീതിയിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭംഗിയായി പിന്നീട് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ആ എതിർപ്പൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനും വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം തന്നെ സർക്കാരും സാധിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമാണ്. ആ രീതിയിലേക്ക് കൂടി ഇത് എത്തും. അതായത് ചില തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ ഇതിനെ മുന്നിൽ കാണുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലൊരു പിന്നോക്കം പോകുമോ? അതായത് സംസ്ഥയിലെ ഒരു വിഭാഗമൊക്കെ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്നതാണ്. അപ്പോൾ അവരിത്തരം ഒരു എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ അതിലേതെങ്കിലും തരത്തിൽ സർക്കാർ പിന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയൊക്കെ വഴിവെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഇപ്പോൾ കൃത്യമായ നിലപാട് സർക്കാർ തന്നെ വ്യക്തമാക്കിയാണ്. ഒരു തരത്തിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു സ്കൂളുകൾക്കും ഒഴിഞ്ഞു മാറാനാകില്ല. നിർബന്ധമായും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം അല്പസമയത്തിന് മുമ്പാണ് വരികയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഈ സംസ്ഥയുടെയോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല. അല്പസമയത്തിനും തന്നെ നമുക്കറിയാം ഈ സമസ്ത മുന്നോട്ട് വെച്ച രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതിലൊന്ന് ഈ സ്കൂൾ സമയമാറ്റവും